ലക്ഷ്മി ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. അപ്പം ധനാഗമനത്തിന്റെ ദേവത കൂടിയാണ്. ഇഷ്ടകാര്യലബ്ധിക്കും കടബാധ്യതകൾ തീരുന്നതിനും ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ ഇവിടെ എത്തുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ആ ബുദ്ധിമുട്ടുകളെല്ലാം തീർന്നത്. നമസ്കാരം, വിസ്മയ ന്യൂസിലേക്ക് സ്വാഗതം. മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും പ്രത്യേകം ശ്രീകോവിലുകളിലോ പ്രത്യേകം പ്രതിഷ്ഠകളായിട്ടോ ആണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരേ പീഠത്തിൽ അർദ്ധനാരീശ്വര സ്വഭാവത്തിൽ നിലകൊള്ളുന്ന ലക്ഷ്മി നാരായണ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമുണ്ട് നമ്മുടെ പാരിപ്പള്ളിയിൽ. ആ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പാരിപ്പള്ളിയിലെ വവ്വാക്കുന്ന് ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ശ്രീലക്ഷ്മി നാരായണ ക്ഷേത്രം. ഭൂമിയിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ സങ്കല്പം. ജഗത്പിതാവായ മഹാവിഷ്ണുവും ഐശ്വര്യത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മിയും ഒരേ ശ്രീകോവിലിൽ ഒരേ ഭാവത്തിൽ ഭക്തരെ അനുഗ്രഹിക്കുന്ന ഒരേയൊരു ക്ഷേത്രമാണിതെന്ന് പഴമക്കാർ പറയുന്നു. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ചൈതന്യം കൊണ്ട് മഹാക്ഷേത്രങ്ങളെ വെല്ലുന്നതാണ് ഇവിടുത്തെ അന്തരീക്ഷം. ധനത്തിൻ്റെ ദേവതയാണ് ലക്ഷ്മി ദേവി. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ ക്ഷേത്രം ഒരു അഭയകേന്ദ്രമാണ്. ആഴ്ചയിലെ വ്യാഴാഴ്ച ദിവസങ്ങൾക്കാണ് ഇവിടെ ഏറെ പ്രാധാന്യമുള്ളത്. വ്യാഴാഴ്ചകളിൽ നടക്കുന്ന പ്രത്യേക ലക്ഷ്മി പൂജയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ ഏത് കടുംകൈ വെച്ച സാമ്പത്തിക പ്രതിസന്ധിയും മാറുമെന്നാണ് വിശ്വാസം. ഇഷ്ടകാര്യലബ്ധിക്കും കടബാധ്യതകൾ തീരുന്നതിനും ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ ഇവിടെ എത്തുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എനിക്കങ്ങനെ ബുദ്ധിമുട്ടില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ആ ബുദ്ധിമുട്ടുകളെല്ലാം തീർന്നത്. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ വീട്ടിൽ വിഷമങ്ങളായിരുന്നു. അതെനിക്ക് ഇവിടെ വന്ന് ഞാൻ 3 തവണ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അതില്ല. ഇപ്പം പറഞ്ഞാൽ മനപ്രയാസം വീട്ടിൽ ചെന്ന് കയറണമെന്നുമില്ല. ഭയങ്കര വിഷമമാണ് എനിക്ക്. എല്ലാം തീർന്നു, ആശ്വാസമായി. തന്നെ വീട്ടിൽ എൻ്റെ മോൻ ഈ 2 മക്കളുണ്ട്. ഒരാൾ ഇവിടെ അല്ല, വെളിയിൽ മൂത്തവർ. മരുമോനും സന്തോഷത്തിലാണ്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന പ്രത്യേകത ശാസ്ത്രത്തിനും യുക്തിക്കും അപ്പുറമുള്ള ഒരു ദൈവിക സാന്നിധ്യമാണ്. ക്ഷേത്രത്തിൽ പൂജകൾ നടക്കുന്ന സമയങ്ങളിൽ, പ്രത്യേകിച്ച് വിശേഷാൽ പൂജാവേളകളിൽ ആകാശത്തെ കൃഷ്ണപരുന്ത് വട്ടമിട്ടു പറക്കുന്നത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. പൂജ തുടങ്ങിയാൽ കൃത്യസമയത്തെത്തുന്ന കൃഷ്ണപരുന്തിനെ മഹാവിഷ്ണുവിന്റെ വാഹനമായും സാക്ഷാൽ വിഷ്ണു സാന്നിധ്യവുമായാണ് ഭക്തർ കാണുന്നത്. ലളിതമായ ആചാരങ്ങളും വലിയ വിശ്വാസവുമാണ് ഈ ക്ഷേത്രത്തെ വേറിട്ടു നിർത്തുന്നത്. മനസ്സുരുക്കി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവങ്ങളായി ലക്ഷ്മി നാരായണന്മാർ ഇവിടെ കുടികൊള്ളുന്നു. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്താൻ, ഐശ്വര്യം തൊട്ടുണർത്തുവാൻ പാരിപ്പള്ളിയിലെ ഈ പുണ്യഭൂമിയിലേക്ക് വിശ്വാസികളുടെ മഹാപ്രവാഹമാണ്. പൂജയിൽ പങ്കെടുത്ത് ഏത് കടുകട്ടിയ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളും മാറുന്നു എന്നാണ് ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പാരിപ്പള്ളി വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രം പേരുകൊണ്ട് തന്നെ വളരെ പ്രശസ്തി ആർജിച്ചിരിക്കുകയാണ്. ലക്ഷ്മി ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. അപ്പം ധനാഗമനത്തിൻ്റെ ദേവത കൂടിയാണ്. നാരായണൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന ദേവതകളിൽ പ്രധാനിയുമാണ്. ലക്ഷ്മി ദേവതയുടെ സാമീപ്യം അല്ലെങ്കിൽ ആ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി
ഏത് ബുദ്ധിമുട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണേലും അതിനെ അതിജീവിക്കുന്നതിൽ വളരെ നിസ്സാരമായിട്ട് അതിജീവിക്കും. ക്ഷിപ്രപ്രസാദിനിയായിട്ടുള്ള ലക്ഷ്മി ദേവി കുടികൊള്ളുന്ന ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങളുടെ അനുഭവങ്ങളാണ് നമുക്ക് നേരിട്ട് കാണുവാൻ സാധിച്ചത്. ഒത്തിരി പേർക്കാണ്, നിരവധി പേർക്കാണ്, അനവധി പേർക്കാണ് അവരുടെ ജീവിതം വഴിമുട്ടി നിന്ന സാഹചര്യത്തിൽ ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ എത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നിരവധി ആൾക്കാർക്ക് അവരുടെ ആഗ്രഹ സാഫല്യം, അതായത് ആ കടങ്ങളൊക്കെ വീട്ടി ഇന്ന് വളരെ സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം അവർക്കുണ്ടായി എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. എല്ലാം ദൈവകൃപയാൽ നടക്കുന്നു എന്ന് മാത്രം. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ തീർത്ത് ഐശ്വര്യം വിളമ്പുന്ന ഈ പുണ്യഭൂമിയിൽ നിന്നും ക്യാമറമാൻ വിപിൻ വടൂരിനൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.